സോ ഒരു പ്രോപ്പർ ടോപ്പർ സ്ട്രാറ്റജിയാണ് വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോൾ പി കെ സാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് പേപ്പറാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നോട്ട് പ്രിപ്പറേഷൻ വരുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു നോട്ട് വേണം. ആ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട്, റിവിഷൻ വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം ബേസ് എന്ന് വെച്ചാൽ ട്രസ്റ്റ് ദ പ്രോസസ്, അത്ര എനിക്ക് പറയാൻ പറ്റും. ദ ബെസ്റ്റ് സ്ട്രാറ്റജി, അതായത് എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തേണ്ടത്, ആ സ്ട്രാറ്റജി ഞാൻ കറക്റ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ഒരു മാസമായിരുന്നു. അപ്പോൾ റിക്രൂറ്റ് വന്നിരുന്നോ കുറച്ച് സമയം? അവശ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത്ര നല്ലൊരു പോസ്റ്റ് വേറെ ഇല്ല. ബിഗ് ഡീൽ ബ്രേക്കർ. പി കെ സാറിന്റെ ഒരു 2.5 മണിക്കൂറിന്റെ ഒരു ഇന്റർവ്യൂ സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്തിരുന്നു. സോ ആ ഒരു പ്രഷർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ. ഗിവ് യുവർ ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദ റെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. പി കെ ലേണിങ്സിൻ്റെ പുതിയൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. 571/2023 കാറ്റഗറി നമ്പറിൽ നടന്ന ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞൊരു എക്സാം ആയിരുന്നു LSGI സെക്രട്ടറി എന്നുള്ളത്. ഈ എക്സാമിൽ 140 റാങ്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കി വിഷ്ണു MS ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സക്സസ് സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം വിഷ്ണു. താങ്ക് യു. സോ 140th റാങ്ക്. യെസ്. 2 പേപ്പറുകളായിരുന്നു, 100 മാർക്സിന്റെ ഈച്ച് പേപ്പർ. ഇതൊക്കെ ആദ്യമായിട്ടായിരുന്നു PSC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെ അതെ അതെ. അപ്പൊ ഈ ഒരു എക്സാമിൽ എന്തായിരുന്നു സക്സസ് സ്ട്രാറ്റജി? ആ ലിസ്റ്റിൽ പേര് വരാനുണ്ടായ ആ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? സ്ട്രാറ്റജി സിംപ്ലി പറഞ്ഞാൽ 2023 ഡിസംബറിലാണ് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ ജനുവരിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ എക്സാമിനെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം LSGI സെക്രട്ടറി എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം ഒരു PSCയിൽ നൊവൈസ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതലൊരു ഐഡിയ ഇല്ല. ആകെ ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണെന്ന് മാത്രമേ അറിയായിരുന്നുള്ളൂ. സോ അങ്ങനെ 2024 ജാനുവരി ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്യുക. സിംഗിൾ എക്സാം ഫോക്കസാണ് ഏറ്റവും ബെറ്റർ. കാരണം സിലബസ് വളരെയധികം വാസ്റ്റാണ്, വളരെ വലിയൊരു സിലബസാണ്. നമുക്ക് സമയം കുറവായിരിക്കും. 2024 തന്നെ മെയിൻസ് നടത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ സിലബസ് തീർത്ത് ഒരു 3 റിവിഷനെങ്കിലും കൊടുക്കണം. സോ അതിനു വേണ്ടി സിംഗിൾ എക്സാം ഫോക്കസാണ് ഞാൻ നടത്തിയത്. പിന്നെ അതുപോലെ തന്നെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് കോർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു 2 months ഇതിന് എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അത് രണ്ടുമാണ് എന്നെ ആക്ച്വലി ഓപ്പൺലി പറഞ്ഞാൽ എന്നെ ഈ ഒരു മികച്ച റാങ്കിലേക്ക് എത്താൻ സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ സിംഗിൾ എക്സാം ഫോക്കസ്, അതായത് ഡിഗ്രി പ്രിലിംസ് നടത്തുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ വന്ന എക്സാംസ് ആയിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം നമ്മൾ LSGDക്ക് വേണ്ടി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കയ്യിൽ നിന്ന് പോവില്ല എന്നൊരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അതുണ്ടാവില്ല. അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? ഓപ്പൺലി പറഞ്ഞാൽ അങ്ങനെ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇല്ലായിരുന്നു. ഓക്കെ. കാരണം ഒരു എക്സാമിന് വൃത്തിയായിട്ട് ഫോക്കസ് ചെയ്യാം. വാട്ട് ഓർ മേ ബി ഗിവ് യുവർ ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദ റെസ്റ്റ്. അതായിരുന്നു എടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. 17 വർഷത്തിന് ശേഷം വരുന്നൊരു പോസ്റ്റാണ്. ഇത്രയും ഒരു ഗ്ലാമറസ് പോസ്റ്റ് ഒരു UPSC വെറ്ററനെ സംബന്ധിച്ചിടത്തോളം, ഓപ്പൺലി പറഞ്ഞ UPSCയുടെ അവശ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത്ര നല്ലൊരു പോസ്റ്റ് വേറെ ഇല്ല. കേരള PSC നടത്തുന്നില്ല എക്സെപ്റ്റ് KAS. സോ ഏറ്റവും ബെസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. വാട്ട് ഔട്ട് മീ ദ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ആ എക്സാമിൽ മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. ഇത് വിഷ്ണുവിന്റെ ഫസ്റ്റ് പ്രിലിംസ് ആയിരുന്നു PSCയിൽ? ഇല്ല, ഇതെന്റെ തേർഡ് പ്രിലിംസ് ആയിരുന്നു. സോ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി എന്തായിരുന്നു? പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സിംപ്ലി പറഞ്ഞാൽ 3 സബ്ജക്റ്റാണ് പ്രിലിംസിന്റെ ഏറ്റവും കോർ എന്ന് പറയുന്നത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇതിൽ 2 സബ്ജക്റ്റ് എസ്പെഷ്യലി മലയാളവും മാത്സും എനിക്ക് വളരെയധികം ടഫായിരുന്നു. കാരണം എൻ്റെ ഗ്രാജുവേഷന് ശേഷം എൻ്റെ ഹയർ സ്റ്റഡീസും അതുപോലെ തന്നെ എൻ്റെ ലൈഫ് ഏകദേശം ഫുള്ള് ഞാൻ സ്പെൻഡ് ചെയ്തത് നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഡൽഹിയിലും UPയിലും ഒക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ മലയാളം എന്ന സബ്ജക്റ്റ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എസ്പെഷ്യലി വൊക്കാബുലറി പാർട്ടൊക്കെ അത്യാവശ്യം നല്ല ടഫായിരുന്നു. അതിന് ഞാൻ അന്ന് ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു സ്ഥിരം. അതെനിക്ക് കുറച്ചൊക്കെ ആ ലാംഗ്വേജ് ടച്ച് നിർത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മാത്സ് എനിക്ക് മുമ്പേ നല്ല വീക്കായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തൊട്ടേ മാത്സ് എനിക്ക് അത്യാവശ്യം വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഈ 2 സബ്ജക്റ്റ് ഞാൻ ഫോക്കസ് ചെയ്തു. പ്രിലിംസിന് ഒരു 3 ആഴ്ച മുമ്പേ ഞാൻ എൻ്റെ റിവിഷൻ ഫുള്ള് ചെയ്തത് ഈ 2 സബ്ജക്റ്റിലായിരുന്നു. അതിന് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ
അതിൻ്റെ സ്റ്റാൻഡേർഡ് ബുക്സ്, എസ്പെഷ്യലി ഇപ്പോൾ മാത്സ് ആണെങ്കിൽ അതിൻ്റെ യൂട്യൂബ് ചാനലായിരുന്നു റെഫർ ചെയ്തത്. മലയാളത്തിൽ 2 പുസ്തകങ്ങളായിരുന്നു റെഫർ ചെയ്തത്. ഒന്നാമത്തെ പ്രൈം PSC എന്ന പബ്ലിക്കേഷൻ്റെ മലയാളം ബുക്കും, അതുപോലെ തന്നെ ലളിതം പബ്ലിക്കേഷൻ്റെ മലയാളം ബുക്കും. ഇംഗ്ലീഷിനും സെയിം ലളിതം പബ്ലിക്കേഷൻ്റെ മലയാളം ബുക്കായിരുന്നു, ഇംഗ്ലീഷ് ബുക്കായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് PYQസിൻ്റെ സെറ്റ് ഉണ്ട്. ഏകദേശം ഒരു 200ഓളം PYQs ഉണ്ട് അതിൽ. അതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തു. കാരണം ഒരു 3 മാസം എടുത്തത് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവിഷൻ ഞാൻ ഫോക്കസ് ചെയ്തു. ആ ഹാർഡ് കോർ റിവിഷനാണ് ലാസ്റ്റ് പ്ലിംസിനോട് ഹെൽപ്പ് ചെയ്തത്. എനിക്ക് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് പ്ലിംസ് വന്നിരുന്നത് 2024 മെയ് 25-നായിരുന്നു എൻ്റെ പ്ലിംസ്, ഡിഗ്രി പ്ലിംസ് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു. അന്ന് എക്സാം എഴുതി കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം ഇംഗ്ലീഷിന് എനിക്ക് ഏകദേശം ഷുവർ ഷോർട്ടായിട്ട് 18 ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് ആക്കി. മലയാളത്തിന് വരുമ്പോൾ മലയാളം കുറച്ച് ടഫായിരുന്നു, എഴുതിയവർക്ക് അറിയായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് അത്യാവശ്യം കുറച്ച് ടഫായിരുന്നു. അന്ന് എനിക്ക് 7 മാർക്കായിരുന്നു കിട്ടിയത്. മാത്സിന് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് 15+ എന്നൊരു സ്കോറിലേക്ക് ഞാൻ എത്തി മാത്സിന്. കാരണം അതിനു മുമ്പ് ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാത്സ് ഞാൻ തൊടാറില്ല, മാത്സ് മൊത്തം ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. അറിയാവുന്നുള്ള ഇപ്പോൾ റീസണിങ് വരുന്ന പോർഷൻ വരുമ്പോൾ അതിലിപ്പോഴും എന്താ ബ്ലഡ് റിലേഷൻ, ഏജ്, അങ്ങനെയുള്ള ചില ഏരിയാസ് മാത്രമായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ കലണ്ടറും ക്ലോക്കും നോക്കും. പക്ഷേ ഇവിടെ എത്തിയപ്പോഴും മാത്സ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തു. ടൈം ആൻഡ് വർക്കിൻ്റെ ആൻറ്റി കണ്ടീഷനും ഓർ കണ്ടീഷനും വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ഞാനത് ഫൈനൽ കീ നോക്കിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ 15+ ക്വസ്റ്റ്യൻസ് എനിക്ക് മാത്സ് കറക്റ്റ് ആക്കാൻ പറ്റി. സോ ആ ഒരു 50+, 45 to 50 ആ റേഞ്ച് മെമ്മിയിൽ തന്നെ മാക്സിമം എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഉള്ള ബാക്കി ഏരിയാസ്, കൺവെൻഷണൽ ഏരിയാസ്, എസ്പെഷ്യലി കേരള ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവയെല്ലാം എനിക്ക് താല്പര്യമുള്ളൊരു ഏരിയാസ് ആയിരുന്നു. അതായത് GS എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരുന്നു. കേരള ഹിസ്റ്ററി പ്രത്യേകിച്ച്, അതുപോലെ തന്നെ ജോഗ്രഫി. കാരണം അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ജോഗ്രഫിയിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കുന്ന പല കാര്യങ്ങളും അതെല്ലാം നേരിട്ട് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സോ അത് ജോഗ്രഫിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊളിറ്റി വരുമ്പോഴാകട്ടെ അവിടെയും കുറച്ച് സെലക്റ്റഡ് ഏരിയാസ് ഉണ്ട്. എല്ലാത്തിൻ്റെ ബേസ് ബാക്കി PYQ ആയിരുന്നു. PYQ കൂടുതൽ റിലേ ചെയ്തു, നന്നായിട്ട് റിലേ ചെയ്തു, GSനായാലും അതുപോലെ തന്നെ നമ്മുടെ മെമ്മിനായാലും. സോ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വിഷ്ണു പറഞ്ഞത്. അതായത് MEM 50 മാർക്സിന് വരുന്നതിൽ 45 മാർക്സോളം MEMൽ മാത്രം കിട്ടുക, 100 മാർക്സിൽ 45 മാർക്സോളം ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് ഡീൽ ബ്രേക്കർ അല്ലേ? സോ പലരും അത് മനസ്സിലാക്കുന്നില്ല. സിലബസ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം വരുന്ന സബ്ജക്ട്സ് ഹിസ്റ്ററി, ക്വാളിറ്റി ഒക്കെ ആയതുകൊണ്ട് അവർ അത് പഠിച്ചു തുടങ്ങും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ് ആ കട്ട് ഓഫ് മേക്കർ എന്ന് പറയുന്നത്. എക്സാക്ട്ലി നമ്മളിപ്പോൾ കെയറിനോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആക്ച്വലി മാത്സും ഇംഗ്ലീഷും മലയാളം, ഈ 3 സബ്ജക്ട്സും പ്രിലിംസിൽ മെയിൻസിലും ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദർ ഈസ് ഓൺലി 1 എക്സാം, മെയിൻസിന് ഇപ്പോൾ ഒറ്റ എക്സാം മാത്രം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 30 മാർക്കോളം ഈ 3 സബ്ജക്റ്റും വരുന്നുണ്ട്. പക്ഷെ പ്രിലിംസിൽ ഇത് ക്വിൻറ്റെസെൻഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 സബ്ജക്റ്റ്. അപ്പോൾ പ്രിലിംസിന് ഏകദേശം എത്ര സമയം എടുത്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവും? ഇതിന് മുൻപും പ്രിലിംസ് എഴുതിയിരുന്നു, അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടാവും, UPSC ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്നാലും ഈ പ്രിലിംസിന് വേണ്ടി 2024 പ്രിലിംസിന് വേണ്ടി എത്ര സമയം ഇരുന്നിരുന്നു? ഞാൻ കറക്റ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് കറക്റ്റ് 1 മാസമായിരുന്നു. 1 മന്ത് എക്സ്ക്ലൂസീവ്ലി അതിന് ഡെഡിക്കേറ്റ് ചെയ്തു. ആ 1 മന്തിൽ തന്നെ GK plus MEM plus റിവിഷൻ. യെസ്, എക്സാക്ട്ലി. മെമ്മിൻ്റെത് ഞാൻ മുമ്പ് ചെയ്തു വെച്ചിരുന്നു, പക്ഷെ അത് റിവിഷൻ ഞാൻ കൂടുതൽ സമയം കൊടുത്തു. ഇത്തവണ പഠിക്കുന്നത് കുറച്ച്, റിവിഷൻ കൂടുതൽ സമയം കൊടുത്തിരുന്നു. അതാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ. കാരണം GS ഞാൻ എംഫസിസ് ചെയ്തിരുന്നു, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ മെമ്മ് മാക്സിമം നമ്പർ ഓഫ് റിവിഷൻ. കാരണം ഞാൻ പറഞ്ഞ പോലത്തെ ഈ ലളിതം പബ്ലിക്കേഷൻ്റെ അതുപോലെ പ്രൈം PSCയുടെ ആ ബുക്കിലുള്ള എനിക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കും. അറിയാമെന്നുള്ള ഞാൻ എൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുത്ത് അല്ലെങ്കിൽ ഒരു ക്രിസ്പായിട്ട് നോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആക്ച്വലി അതിനൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ മുമ്പേ ഇപ്പോഴും വലിയൊരു കെട്ട് പുസ്തകം തരെയാണ് അവസാന നിമിഷം പഠിക്കാൻ വേണ്ടി. ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിൻ അതിന് വിഡ്രോ ചെയ്യും. അത് പഠിക്കേണ്ട ആവശ്യമില്ല, അത് നടക്കത്തില്ല, തീരത്തില്ല എന്ന് നമുക്ക് തന്നെ ആ ഒരു ഫിയർ ഉണ്ടാവും. ഓക്കെ, പക്ഷെ എന്നാൽ നമ്മുടെ നോട്ട് മാക്സിമം ക്രിസ്പ് ആയിരിക്കുമോ? എത്ര തവണ നമുക്ക് മാക്സിമം റിവേഴ്സ് എടുക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 മണിക്കൂർ പഠിക്കുമ്പോൾ 5 മണിക്കൂർ കൊണ്ട് ഒരു സബ്ജക്ട് റിവേഴ്സ് എടുക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ 2 സബ്ജക്ട് റിവേഴ്സ് എടുക്കാൻ പറ്റിയാൽ, നമുക്ക് പിന്നെ ഒരു തവണ റിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ആ കോൺഫിഡൻസ് അങ്ങനെ തന്നെ കാണും. നമുക്ക് പിന്നെ അത് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും.
അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആൻഡ് അപ്പോൾ 45ഓളം മാർക്ക് MEM ലഭിച്ച ഒരാൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വേണ്ട അല്ലേ? അപ്പോൾ റിസൾട്ട് വരെ കാത്തിരുന്നിട്ടുണ്ടാവില്ല മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ അല്ലേ? ഇല്ല, റിസൾട്ട് വരെ കാത്തിരുന്നില്ല. പക്ഷെ അപ്പോഴും ഞാനൊരു സ്കെപ്റ്റിക്കലായിരുന്നു. ഓക്കെ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഫൈനൽ ആൻസർ കീ വന്ന്, അതായത് ഒരു ജൂൺ മിഡൊക്കെ ആയപ്പോഴായിരുന്നു ഫൈനൽ ആൻസർ കീ വരുന്നത്. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഏകദേശം 60+ മാർക്ക് ഉണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ വിത്തൗട്ട് നോർമലൈസേഷൻ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ PK സാറിനെ ഒന്ന്, അപ്പോഴാണ് ഞാൻ ആദ്യം PK സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോഴെന്താ ഇത് കിട്ടുമോ ഇല്ലയോ ഒരു പിടുത്തവും ഇല്ല, കാരണം വേക്കൻസീസ് കുറവാണെന്ന് പറയുന്നുണ്ട്, എന്താ കട്ട് ഓഫ് കൂടുതലാവുമെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ പല റൂമേഴ്സും കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് എങ്ങനെ കയറുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ല. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു എന്തായാലും മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മെയിൻസിന് പ്രിപ്പയർ ചെയ്യാം, ഇൻ കേസ് കിട്ടിയില്ല എങ്കിൽ അടുത്ത് വരുന്ന എക്സാംസിനായിട്ട് നോക്കാം, അങ്ങനെ പ്രയോജനപ്പെടുത്തുക എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്തായിരുന്നു, ഇറ്റ് വാസ് ടോട്ടലി സർപ്രൈസ്. 49 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. എനിക്ക് നോർമലൈസേഷന് ശേഷം എനിക്ക് 75 മാർക്സ് വന്നു. ഓക്കെ. സോ അപ്പോൾ മെയിൻസിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ റിഗ്രറ്റ് വന്നിരുന്നോ, കുറച്ച് സമയം നഷ്ടപ്പെട്ടു എന്ന്? ചെറിയ റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു 1 മാസത്തോളം ഞാനൊന്ന് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നല്ലോ, റിഗ്രറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ഞാൻ മേക്കപ്പ് ചെയ്തെടുത്തായിരുന്നു. എനിക്ക് ആദ്യം തുടങ്ങുന്നതിനൊക്കെ എനിക്ക് ലാസ്റ്റ് മൊമെന്റിൽ നമ്മളൊരു സഡൻ അറ്റാക്ക്, ബ്ലഡ് സ്ക്രീക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കൂടുതലും താല്പര്യം എന്ന് വെച്ചാൽ. കാരണം അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റഡി അങ്ങനെയാണ്. ലാസ്റ്റ് മൊമെന്റിൽ നമ്മളിപ്പോൾ ആദ്യം കുറച്ച് ഉഴപ്പിയാലും അവസാനത്തെ എക്സാമിന് മുമ്പുള്ള ഒരു 60 ദിവസം അതിൽ നമ്മൾ ഫുള്ള് ഫോക്കസ്ഡ് ആയിട്ട് ഒരു 21 ഡേയ്സ് നമ്മൾ സാച്ചുറേറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു റിതം കിട്ടും. എന്നിട്ട് ബാക്കി ഫിനിഷ് ചെയ്യാം. അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, കോർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രിലിംസ് കഴിയുന്നു, പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നു, സർപ്രൈസ്ഡ് ആവുന്നു, പിന്നീട് മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 60 ഡേയ്സ് അവസാനത്തെ 60 ഡേയ്സ് എസ്പെഷ്യലി കറക്റ്റ് പറഞ്ഞാൽ സെപ്റ്റംബർ 9 ശേഷം ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരുന്നു ഞാൻ തുടങ്ങിയത്. ഓണം കഴിഞ്ഞു, സെലിബ്രേഷനെ കഴിഞ്ഞു, വീട്ടിൽ വന്ന് സദ്യയൊക്കെ കഴിച്ചു, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ. സോ പിന്നെ നമുക്ക് മെയിൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് വരാം. ആദ്യമായിട്ടാണല്ലോ 100 മാർക്സിന്റെ 2 പേപ്പർ, എല്ലാവരും സർപ്രൈസ്ഡ് ആയിരുന്നു. ഒരു കംപ്ലീറ്റ് ഷിഫ്റ്റ് വരികയാണ് പാറ്റേണിൽ തന്നെ. അപ്പൊ എങ്ങനെയായിരുന്നു ആ സെക്കൻഡ് പേപ്പറിനോടുള്ള അപ്രോച്ച്, മൊത്തത്തിൽ എക്സാമിനോടുള്ള അപ്രോച്ച് തന്നെ എന്തായിരുന്നു? ആൻഡ് സെക്കൻഡ് പേപ്പർ എസ്പെഷ്യലി സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്? ആദ്യം എക്സാമിന്റെ അടുത്തുള്ള ഓവറോൾ അപ്രോച്ച് പറയാം. അതിൽ എക്സാമിൽ ആദ്യം നമ്മുടെ ഈ പ്രിപ്പറേഷൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ PK LSGS കോർണർ എന്നൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, PKPSCയുടെ. അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ വേറെ കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോൾ PK സാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ടായിരുന്നു ജനുവരി 8, 2024. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ സെക്കൻഡ് പേപ്പറാണ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് പേപ്പർ എത്ര നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് റാങ്ക് കിട്ടാനും അതുപോലെ ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ ഞാനും ആ ഒരു നോക്കിയപ്പോഴും കറക്റ്റാണത്. 100 മാർക്സിന് സെക്കൻഡ് പേപ്പറാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഫസ്റ്റ് പേപ്പർ ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്യും. ഓക്കെ, സോ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് സെക്കൻഡ് പേപ്പറിനായിരുന്നു. ഫസ്റ്റ് പേപ്പർ ഫോക്കസ് ചെയ്തില്ല എന്നല്ല, പക്ഷേ അവസാനം ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചു. ഞാൻ മാത്സ് പ്രിലിംസിന് കൊടുത്ത അത്രയും ഇമ്പോർട്ടൻസ് ഞാൻ മെയിൻസിൽ മാത്സിന് കൊടുത്തില്ല. അപ്പോഴങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മെയിൻസ് എത്തിയപ്പോൾ മാത്സിന് 2 ക്വസ്റ്റ്യൻ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ റിവിഷൻ കുറച്ചൊന്ന് സ്ലോ ആയിപ്പോയി, കുറച്ച് ഞാനൊന്ന് അതിലൊന്ന് ഡിലേ ആയിപ്പോയി. ആ ഫോക്കസ് ഫുള്ള് ഞാൻ സെക്കൻഡ് പേപ്പറിലായിരുന്നു കൊടുത്തത്. ഓക്കെ, സോ സെക്കൻഡ് പേപ്പർ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം വെച്ചാൽ നോട്ട് പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു നോട്ട് വേണം. ആ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എഴുതിയ നോട്ട് നമ്മളെക്കാളും നന്നായിട്ട് വേറെ ആർക്കും ഇന്റേണലൈസ് ചെയ്യാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റത്തില്ല എക്സാമിന്. ആ ഒരു പാറ്റേണാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തതിന് ശേഷം അതിനെപ്പറ്റി ഒരു 100 വേർഡ്സിൽ, കാരണം അന്ന് ആക്ച്വലി എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്, ഞാൻ ചാറ്റ് GPT യൂസ് ചെയ്തിരുന്നില്ല. ഞാൻ ഗൂഗിൾ മാത്രം വെച്ചായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇഗ്നോയുടെ നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം നോക്കിയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എടുത്തത്. പക്ഷേ എൻ്റെ ഒരു മെയിൻ എനിക്ക് അതിന് കിട്ടിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് നോളജ് കിട്ടി എക്സ്ട്രാ. കാരണം ഞാൻ ഇതുവരെ ഈവൻ UPSC പ്രിപ്പറേഷനിൽ പോലും അറിയാത്ത പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റി. എസ്പെഷ്യലി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ അവിടെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ എന്നൊരു പോസ്റ്റ് പറയുന്ന മറ്റൊരു പേര് ഡെപ്യൂട്ടി കമ്മീഷണർ.
ഓക്കെ. എന്തുകൊണ്ടാണ് ഡിസ്ട്രിക്ട് കളക്ടർ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് വിളിക്കുന്നത്? നോർമലി റവന്യൂ കമ്മീഷണറേറ്റ് അല്ലെങ്കിൽ ഡിവിഷണൽ കമ്മീഷണർ എന്നൊരു പോസ്റ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിലില്ലേ പോസ്റ്റ്? കർണാടക സ്റ്റേറ്റിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അതായത് 4-5 ജില്ലകൾ ചേർത്ത് ഒരു ഡിവിഷൻ ആക്കി എടുത്തിട്ട് അതിനൊരു കമ്മീഷണർ കാണും. അത് കളക്ടറെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരിക്കും. സോ ആ ഡിവിഷണൽ കമ്മീഷണറുടെ തൊട്ട് താഴെയുള്ള ഓഫീസറാണ് കളക്ടർ. ദാറ്റ്സ് വൈ ഹി ഈസ് നോൺ ആസ് ഡെപ്യൂട്ടി കമ്മീഷണർ. സോ അങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടി. ഓരോ ടോപ്പിക് എടുത്തതിന് ശേഷം അതിൽ നിന്നും ഒരു 100 പേജസ്, ഒരു 100 വാക്കിന്റെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തു. ഓരോ ടോപ്പിക്കിൽ നിന്ന് മൈക്രോ ടോപ്പിക്സ് ആയി ഡിവൈഡ് ചെയ്തു. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു ലാസ്റ്റ് മൊമെന്റിൽ. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ റിലേ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ആയിരുന്നു. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് വെബ്സൈറ്റ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഈ പ്രോഗ്രാംസ്, പ്ലാൻസ്, അതിനൊക്കെ കുടുംബശ്രീ.gov ഇൻ, അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഓക്കെ. സോ ഒരു പ്രോപ്പർ ടോപ്പ് സ്ട്രാറ്റജിയാണ് വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നോട്ട് പ്രിപ്പറേഷൻ വരുന്നുണ്ട്, ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട്, റിവിഷൻ വരുന്നുണ്ട്. ദ ബെസ്റ്റ് സ്ട്രാറ്റജി, അതായത് എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തേണ്ടത്, ആ സ്ട്രാറ്റജി അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടത്, അതിൻ്റെ ബെസ്റ്റ് മെത്തേഡ്സ് ആണ് വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്സാം ഡേ സ്ട്രാറ്റജി, എക്സാമിൻ്റെ അന്ന് എന്തായിരുന്നു ആ 2 പേപ്പറിലുള്ള അപ്രോച്ച്, അതും കൂടെ പറയുകയാണെങ്കിൽ. എക്സാം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 9-ാം തീയതി ആയിരുന്നു. എക്സാം നവംബർ 9 പക്ഷെ ഞാൻ പറയും എൻ്റെ ഈ ഒരു എക്സാം സ്റ്റാർട്ട് 5-ാം തീയതി ആയിരുന്നു. കാരണം 5-ാം തീയതി മിൽമയുടെ മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്നൊരു എക്സാം ഉണ്ടായിരുന്നു ഈ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ. അപ്പോൾ അത് ഞാൻ ഈ LSGD സെക്രട്ടറി എക്സാമിന് മുമ്പെന്ന പോലെ ഒരു ടെസ്റ്റ് എന്ന പോലെ അടിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അന്ന് ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു, ട്രിവാൻഡ്രത്തില്ലായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു, വീട്ടിലൊന്നും പോയില്ല. കാരണം ആ ഒരു എക്സാം ഫുള്ളൊരു സാച്ചുറേറ്റഡ് മോഡിലാകണമല്ലോ. ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് ലോഡ്ജിൽ റൂം എടുത്തു. അതിനുശേഷം എക്സാം എഴുതി. പിന്നെ ആ എക്സാം എഴുതിയപ്പോഴും മനസ്സിൽ മൊത്തം LSGD സെക്രട്ടറി എക്സാം ആയിരുന്നു. മനസ്സ് ഫുൾ ആ എക്സാം ആയിരുന്നു. ഇത് ഇപ്പോഴെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല. കാരണം അത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് 44 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 44 മാർക്കായിരുന്നു എനിക്ക് ഈ മാർക്കറ്റിംഗ് ഓർഗനൈസർ എക്സാമിന് അടിച്ചത്. സെയിം എനിക്ക് തോന്നുന്നു കോമൺ ജനറൽ സിലബസ് ആയിരുന്നു, വേറെ സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് അത്ര സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ മനസ്സിൽ മൊത്തം ഈ ഒരു എക്സാം ആയിരുന്നു, LSGD സെക്രട്ടറി എക്സാം. പിന്നെയുള്ള 5 ദിവസം, അതായത് 5-ാം തീയതി തൊട്ട് 5, 6, 7, 8 4 ദിവസം ഫുള്ള് ഈ എക്സാമിൻ്റെ പേപ്പർ 2 റിവിഷൻ ആയിരുന്നു. പേപ്പർ 2ഉം മലയാളവും ഇംഗ്ലീഷും. അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. മാത്സ് ഞാൻ വിട്ടു. മാത്സ് ഞാൻ വിട്ടു. പേപ്പർ 2 മലയാളവും ഇംഗ്ലീഷും അത് ഞാൻ റിവൈസ് ചെയ്തു. അതായത് 100 മാർക്ക്, ദെൻ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം. സോ 120 മാർക്കിൻ്റെത് അത് ഞാൻ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ എക്സാം സെൻറ്റർ കാഞ്ഞിരംകുളത്തായിരുന്നു, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. സോ അന്ന് പോയി എഴുതി. ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഒരു ആശ്വാസമുണ്ട്. കാരണം ഫസ്റ്റ് പേപ്പർ എളുപ്പമായിരുന്നു. പക്ഷേ ഞാൻ മാത്രമല്ല, 35,000 പേര് എഴുതുന്നുണ്ട് മെയിൻസ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ ഉള്ള സെക്കൻഡ് പേപ്പർ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് പേപ്പർ ഞാൻ എന്തായാലും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സാം ഡേ വന്നു, സെക്കൻഡ് പേപ്പറിൻ്റെ സമയം വന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഫ്രം 1:30 to 3:30 ആ ടൈമിലായിരുന്നു എക്സാം നടന്നിരുന്നത്. സെക്കൻഡ് പേപ്പർ ആദ്യം എൻ്റെ കോഡ് C ആയിരുന്നു. ആദ്യം ഞാൻ എടുത്ത് മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നോക്കി എന്തായാലും ഇതെല്ലാവരും അടിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും എക്സാം ഈസി ആയിരിക്കും. കാരണം വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഒരു ഡിഗ്രി ലെവലിൽ നിന്ന് പറയാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം വന്നത്, ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് വന്നത്. പക്ഷെ പിന്നെയാണ് PSCയുടെ സൈക്കോളജിക്കൽ മൂവ് മനസ്സിലായത്. കാരണം ഈ ഒരു 10-15 ക്വസ്റ്റ്യൻ ഏതൊരു ഉദ്യോഗാർത്ഥിയും കറക്റ്റ് ആക്കും. ഓക്കെ, പിന്നെ വരുന്ന ഒരു 80 തൊട്ട് 85 ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡിഫിക്കൽറ്റിയിൽ ഒരു പതുക്കെ കൂടി വന്നു, എക്സ്പോണൻഷ്യലായിട്ട് കൂടി വന്നു. ആദ്യത്തെ ഒരു 30 ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും ഷാർപ്പായിട്ട് ഡിഫിക്കൽറ്റ് ലെവൽ കൂടുകയെന്ന്, ഈ ഈസി നേരെ മോഡറേറ്റിലോട്ടായി. പിന്നെ ഒരു 40 കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മോഡറേറ്റ് നേരെ ടഫായി. അവസാനം നമുക്ക് തൊടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വരെ എത്തി. കാരണം അവസാനത്തെ ഒരു 10 ക്വസ്റ്റ്യൻ എനിക്ക് വായിച്ചു നോക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു പേജോളം ഉണ്ട്, മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് വായിച്ചു നോക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ആ ഒരു ടൈമിൽ അത് തീർക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോഴ് ഒരിക്കലും PSC കുറ്റം പറയുകയോ ഒന്നുമല്ല, പക്ഷെ അത് ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ടൈമിൽ, ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ LSGD സെക്രട്ടറിയുടെ മെയിൻസിന്റെ ആ ഒരു പേപ്പർ തീർക്കുക എന്ന് വെച്ചാൽ കുറച്ച് ടഫാണ്. അത് ഓക്കെ, കുറച്ച് ടഫാണ്. അതിൽ മാക്സിമം മാർക്ക് വാങ്ങിയാൽ കുറച്ച് ടഫാണ്. അവസാനത്തെ ഒരു 85 to 100 വരുമ്പോഴത്തേക്കും നമുക്ക് തൊടാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച്, ഓക്കെ, C കോഡ് അനുസരിച്ച്. പക്ഷെ എന്നാലും കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം
ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും. ഓക്കെ, ഞാനിപ്പോഴും എന്നെ ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നതല്ല, എനിക്ക് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് പഠിച്ച ഒരാളിന് ടഫാണെങ്കിൽ ബാക്കി എല്ലാ ആസ്പിറൻസിനും എക്സാം ടഫ് തന്നെയായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് മനസ്സിലുണ്ടായിരുന്നു. ഇന്റർവ്യൂ കോൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് കൺഫേം ആയിരുന്നു. പക്ഷെ റാങ്ക് എത്ര വരും എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഹാപ്പി ആയിരുന്നു റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ? റിസൾട്ട് ഇന്റർവ്യൂ കോള് ആക്ച്വലി നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, അതാണ് ആദ്യം വരുന്നത്. ആശ്വാസമായിരുന്നു ആക്ച്വലി മെസ്സേജ് വന്നപ്പോൾ, പ്രൊഫൈൽ മെസ്സേജ് വന്നപ്പോൾ. അപ്പൊ ഇന്റർവ്യൂ കോൾ കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു മനസ്സിൽ. മെയിൻ ലിസ്റ്റിലാണോ സപ്ലിയിലാണോ എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എക്സാം കഴിഞ്ഞ് വന്ന വഴിക്ക് ആക്ച്വലി ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു LSTD സെക്രട്ടറിയുടെ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ പോൾ ഉണ്ടായിരുന്നു. പോളിൽ എല്ലാവരും 130, 140, 150 ആ റേഞ്ച്. എനിക്ക് എന്തായാലും ഉറപ്പ് എനിക്ക് അത്രയൊന്നും വരത്തില്ല. അപ്പോഴ് അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അക്ഷയ് എന്ന് പറയുന്ന പുള്ളി, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. അപ്പൊ അദ്ദേഹമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻ, എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ഒരാളാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ട്രെൻഡ് ഇത് ഭയങ്കര സ്ക്യൂഡ് ആണ്, എല്ലാവരും 140, 130. അപ്പോൾ പറഞ്ഞു ഇത് വെരിഫൈഡ് ഗ്രൂപ്പ്, ഒരു കാഷ്വൽ ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള പോൾ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിനെ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തായാലും കുറെ പേരൊക്കെ തള്ളായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴത്തേക്കും എൻ്റെ സ്കോർ നോക്കിയപ്പോൾ മെയിൻസിന് എൻ്റെത് 103 ആയിരുന്നു സ്കോർ. 103.33 ആയിരുന്നു. എന്നിട്ടാണ് ഞാൻ പിന്നെ വെരിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആശ്വാസമായത്. സോ റിസൾട്ട് വരുന്നു, മെയിൻസിന്റെ റിസൾട്ട് വരുന്നു, ആൻഡ് ഇന്റർവ്യൂ കോൾ വരുന്നു. ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ എന്തായിരുന്നു? ഇന്റർവ്യൂവിന് സത്യം പറഞ്ഞ മെയിൻസ് പോലെ അത്ര ഇന്റൻസീവായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. ഞാനത് അവിടെയും ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഒരു ആസ്പിറൻസ് ചെയ്യാൻ പാടില്ല. ഓരോ സ്റ്റേജും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു PSC എക്സാമിനെ സംബന്ധിച്ച്, അപ്പോൾ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഇന്റർവ്യൂ ആയാലും ആ ഒരു പ്രോസസ്സ് കഴിയുന്ന ഓരോ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രിലിംസും മെയിൻസും നന്നായിട്ട് ഞാൻ പഠിച്ചു, പക്ഷേ ഇന്റർവ്യൂവിന് ഞാൻ അത്രയും എഫേർട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ PK ലേണിംഗ്സിന്റെ നമ്മുടെ PK LSTS കോർണറിന്റെ ഒരു ഇന്റർവ്യൂ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ ജോയിൻ ചെയ്തു. PK സാറിൻ്റെ ഒരു 2.5 മണിക്കൂറിന്റെ ഒരു ഇന്റർവ്യൂ സ്ട്രാറ്റജി അദ്ദേഹം അതിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് നോക്കിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓൺലൈൻ സൈറ്റ്സ് നോക്കിയായിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് ആക്ട് നോക്കിയിരുന്നില്ല. ഞാൻ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും അതുപോലെ തന്നെ എൻ്റെ ഹോബീസ് അങ്ങനെ വളരെ റാൻഡം ആയിട്ടായിരുന്നു പഠിച്ചത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂവിൽ ബാക്ക് ഫെയർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കാണുന്ന എല്ലാ ആസ്പിറൻസിനോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാ സ്റ്റേജും നിങ്ങളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 3 സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് നിങ്ങളെ കൊണ്ടിടുന്നത് ഒരു 40-50 റാങ്ക് പുറകെ ആയിരിക്കും. എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയ മാർക്ക് 21 മാർക്കാണ് എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയത്. അത് ഒരു 25-നായിരുന്നു ഇന്റർവ്യൂ. ഓക്കെ, അത് ഒരു കണക്ക് നോക്കിയാൽ കുറഞ്ഞ മാർക്കാണത്. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും 22-23 കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു മാർക്ക് കൂടിയിരുന്നെങ്കിൽ 22 ആയിരുന്നെങ്കിൽ എൻ്റെ അഡ്വൈസ് അപ്പോയിൻമെന്റ് ഓർഡറും എനിക്ക് 6 മാസം മുമ്പേ കിട്ടേണ്ടതായിരുന്നു. ഇപ്പോൾ ഇത്രയൊരു ഡിലേ വന്നു. ഓക്കെ, ഇപ്പോൾ അപ്പോയിൻമെന്റ് ലെറ്റർ കൈ കിട്ടി, ഇരിങ്ങാലക്കുട പോസ്റ്റിംഗ് ആവാൻ ഇരിക്കുകയാണ്. സോ ഈ ഒരു മൊമെന്റ്, അതായത് പോസ്റ്റിംഗ് ആവാൻ, ജോലിയിലേക്ക് പ്രവേശിക്കാൻ, ഈ ഒരു മൊമെന്റ് എങ്ങനെയാണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആണ്. പക്ഷെ അവിടെയും എനിക്ക് വേറൊരു എക്സാമിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ആക്ച്വലി മാർച്ച് 9, 10, 12 ആയിരുന്നു എക്സാം നടന്നിരുന്നത്. പക്ഷെ എൻ്റെ അപ്പോയിൻമെന്റ് ഓർഡർ വന്നത് ആക്ച്വലി മാർച്ച് 2-ാം തീയതി വന്നായിരുന്നു. അപ്പൊ അത് ഞാൻ പക്ഷെ കൈപ്പറ്റുന്നത് പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. നൗ ഐ എം ഹാപ്പി, ടോട്ടലി ഹാപ്പി. കാരണം ആ 10 ദിവസം എക്സാമിന്റെ സ്ട്രെസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെപ്പറ്റി അധികം 25th ഓർഡർ ഇറങ്ങി. പക്ഷെ കൈ കിട്ടിയത് 2-ാം തീയതി ആയിരുന്നു. പക്ഷെ അത് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ. ബട്ട് നൗ ഇറ്റ്സ് എവറിത്തിങ് ഫൈൻ. ഐ എം ടോട്ടലി കാം ആൻഡ് കമ്പോസ്ഡ്. പീസ്ഫുൾ ആണ് ഇപ്പോഴും. സോ മെയിൻ പ്രിലിംസിന് ശേഷമാണ് PK ലേണിംഗ്സുമായിട്ട് PK സാറിനെ. അതെ, ഡെഫിനറ്റ്ലി. അപ്പം മെയിൻസിലും ഇന്റർവ്യൂവിലും PK ലേണിംഗ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു വിഷ്ണു? അല്ല, ആക്ച്വലി നമുക്ക് പ്രിലിംസ് കം മെയിൻസ് ആയിരുന്നു. നമ്മൾ PK LSTS കൊണ്ടുവന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് 2024 ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ അന്ന് തൊട്ട് നമ്മൾ മെയിൻസിനാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. കാരണം 100 മാർക്ക് മെയിൻസിന്റെ ഒരു പേപ്പർ ആയിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അതിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ആഴ്ച 2 ദിവസം ക്ലാസ്സസ് കാണും മെയിൻലി. ഇപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ഗവേണൻസിന്റെ ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. മെയിൻലി ഉണ്ടായ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു വൈഡായിട്ട് ആസ്പിറന്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ പറ്റി. കാരണം 7500-ഓളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അപ്പോഴും ഡെഫിനറ്റ്ലി ഓൾമോസ്റ്റ് എല്ലാവരും സീരിയസ് കാൻഡിഡേറ്റ്സ് ആണ്.
അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സ് പറഞ്ഞു എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ വെറ്ററൻ UPSC ആസ്പിറൻസ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന UPSC ആസ്പിറൻസ് PSC ആസ്പിറൻസ് എല്ലാവരുടെയും ഒരു മെലാഞ്ച് ഒരു മിക്സ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകും. ഓക്കെ, സോ ഇനി ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. കാരണം അതിലെന്ത് വരുന്നോ അത് നമ്മളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സാർ മെൻഷൻ ചെയ്ത കുറച്ച് ടെക്സ്റ്റ് എന്നല്ല ഇഗ്നോയുടെ മെറ്റീരിയൽ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ മെറ്റീരിയൽ, അതുപോലെ തന്നെ അതിലുള്ള ക്യുസസ്, അതെല്ലാം എന്നെ മെയിൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ദിവസം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിരുന്നത്, ഞാൻ ആദ്യം സാധാരണ നമ്മൾ ആദ്യം എടുത്താൽ മിക്കവരും നോക്കുന്നത് യൂട്യൂബ് റീൽസും ഷോർട്സും ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യം നോക്കിയത് ടെലഗ്രാമിൽ കയറി PK LSGS കോർണർ എടുത്തതിന് ശേഷം അതിലെ ക്യുസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ദിവസം തുടങ്ങിയിരുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ ചെയ്ത ക്യുസ് ഫുള്ള് എനിക്കറിയാത്ത ഞാൻ എന്ത് ചെയ്യും, എഴുതിയെടുക്കും. അറിയാന്നുള്ള ഞാൻ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും, അങ്ങനെ റിവൈസ് ചെയ്യും. കറക്റ്റ് ഈവൻ UPSC പ്രിപ്പറേഷൻ സമയത്ത് പോലും പഞ്ചായത്ത് രാജ് എന്നൊരു ഏരിയ ഞാൻ നെഗ്ലക്ട് ചെയ്ത ഏരിയ ആയിരുന്നു. എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആയിരുന്നു. പക്ഷേ ഏകദേശം 2 ആഴ്ച കൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെയും ബന്ധപ്പെട്ട ഏകദേശം 30ഓളം ആർട്ടിക്കിൾസ് അത് ഫുള്ള് ഞാൻ പഠിച്ചെടുത്തു. അത് ആക്ച്വലി ആ ഒരു ഗ്രൂപ്പിന് വലിയൊരു റോളുണ്ട്, എസ്പെഷ്യലി ക്യുസിന് വലിയ റോളുണ്ട്. PKയുടെ വേറെ ഏതൊക്കെ പ്രോഗ്രാംസ് ആയിട്ട് വിഷ്ണു അസോസിയേറ്റഡ് ആയിരുന്നു? ഞാൻ ഈ PK LSGS കോർണറുമായിട്ട് മാത്രമേ ഞാൻ അസോസിയേറ്റ് ചെയ്തിരുന്നുള്ളൂ. മോക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം അതെങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആക്ച്വലി എൻ്റെ വിചാരം വെച്ചാൽ PSC ഇന്റർവ്യൂ UPSC ഇന്റർവ്യൂ പോലെയാണ്. നമ്മൾ ഈ ഒരു UPSC ഇന്റർവ്യൂവിന് ആൾക്കാർ പോകുന്ന പോലെ ബ്ലേസറൊക്കെ ഇട്ട് അങ്ങനെ ആയിരിക്കും പോവേണ്ടത്, അങ്ങനെ ആയിരുന്നു ചിന്തയെന്ന്. പക്ഷെ അതെല്ലാം മാറി ഇതൊരു എന്താ കാഷ്വൽ അല്ല, ഞാൻ ഫുള്ളി കാഷ്വൽ എന്ന് പറയില്ല, എന്നാൽ ഒരുപാട് അങ്ങ് ഫോർമലും അല്ല, ഒരു സെമി ഫോർമൽ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു കോൺവെർസേഷനാണ് PSC ഇന്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലായത് ആക്ച്വലി PK ലേണിംഗ്സിന്റെ ഇന്റർവ്യൂ ഗ്രൂപ്പിൽ നിന്നായിരുന്നു. അപ്പോൾ അന്ന് സാറ് തന്ന കുറച്ച് ഇൻസൈറ്റ്സ് ആയിരുന്നു, അത് ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിരുന്നു. അത് അങ്ങനെ ഫോളോ ചെയ്ത് എൻ്റെ ബയോഡേറ്റ ഫില്ല് ചെയ്തപ്പോഴും ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു. ഞാൻ ഫോക്കസ് ചെയ്ത് എൻ്റെ ഹോബീസിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. സോ UPSC ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. UPSCയും PSCയും ഇപ്പോൾ PSC ഒരുപാട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺസിലാണെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസിലാണെങ്കിലും സിലബസിലാണെങ്കിലും UPSC ആയിട്ട് ഒരുപാട് ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഒരു UPSC ആസ്പിരന്റിന് PSCക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഒരു PSC UPSCയും കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവാം ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ച്? ഡെഫിനറ്റ്ലി വളരെ റിലവൻ്റ് ആയിട്ട് ചോദ്യമാണ് സ്റ്റെഫി ചോദിച്ചത്. അതിൽ നമുക്ക് UPSC ആസ്പിറൻസ്, പ്രത്യേകിച്ച് നമുക്കറിയാം UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊരു ഒരു അൺപ്രഡിക്റ്റബിൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ നമുക്കിപ്പോൾ എക്സാം എഴുതി എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഓക്കെ, നമുക്ക് മേ ബി അത് മിസ്സാവാം, ഏതെങ്കിലും സ്റ്റേജിൽ നമുക്കൊരു പാളിച്ച പറ്റാം. ഓക്കെ, അറിഞ്ഞോ അറിയാതെയോ വട്ടോർ മേ ബി. അങ്ങനെയുള്ളവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകും, രണ്ടാമത്തത് അവർ SSC റെയിൽവേ ഇങ്ങനെയുള്ള എക്സാംസിലേക്ക് ഫോക്കസ് ചെയ്യും. പക്ഷെ എൻ്റെ ഒരു ഹമ്പിൾ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ UPSC കിട്ടിയില്ല എങ്കിൽ, ഇപ്പോൾ UPSC ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങൾക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ഇപ്പോൾ എക്സോസ്റ്റഡ് ആയി, വാട്ട് ഓർ മേ ബി എന്ത് തന്നെ ആയാലും, ഓക്കെ, ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ വളരെ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ PSC ആണ്. കാരണം UPSCക്ക് പഠിക്കുന്ന GS ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കേരള ഹിസ്റ്ററി ഒരുപാടില്ലേ, കേരള ജോഗ്രഫി ഒരുപാടില്ലേ, വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ PYQ എടുത്ത് നോക്കിയാൽ അറിയാം, 10 ക്വസ്റ്റ്യൻ പ്രിലിംസിന് ചോദിക്കുന്നതിൽ 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും കേരള ഹിസ്റ്ററി വരുന്നത്, 1 ക്വസ്റ്റ്യൻ ആയിരിക്കും കേരള ജോഗ്രഫി വരുന്നത്. ഓക്കെ, സോ അതിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഏരിയ മാത്രമാണ് എസ്പെഷ്യലി എന്താ ഔട്ട്സൈഡ് വരുന്നത്. UPSC ആസ്പിറന്റിന് ടാക്കിൾ ചെയ്യാവുന്ന ഒരു ഔട്ട്സൈഡ് വരും. പക്ഷെ അതൊക്കെ ഒരു റീസണബിൾ ടൈമിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ SSC CGL അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ റെയിൽവേ എക്സാംസ് നോക്കുകയാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. കാരണം നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് മൊത്തം കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ സ്കൂൾ, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇവിടെ മാത്സ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്കൂളിൽ? കാരണം മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കി പഠിപ്പിക്കുന്നില്ല. ഓക്കെ, നമ്മൾ എത്ര പേര് മാത്സ് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചവരുണ്ട്? വളരെ കുറവായിരിക്കും. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു രീതിയല്ല. കാരണം അവിടെ കുട്ടികൾ സ്വന്തമായിട്ട് പഠിച്ചു വരികയാണ്. തിങ്കിങ് എന്നൊരു കാര്യം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അവരുടെ തോട്ട് പ്രോസസ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ഞാനിപ്പോഴും അത് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നില്ല, പക്ഷെ എനിക്ക് ഞാനത് എന്താ യാത്ര ചെയ്തതിൻ്റെയും ആൾക്കാർക്ക് സംസാരിച്ചതിൻ്റെയും ഒരു വെളിച്ചത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്സ്, റീസണിങ് തുടങ്ങിയ ഏരിയാസ് എല്ലാം വളരെ സ്ട്രോങ് ആയിരിക്കും, എസ്പെഷ്യലി ഒരു നോർത്ത് ഇന്ത്യൻ ആസ്പിറൻസ്. പിന്നെ അവരുടെ ഏറ്റവും മെയിൻ ഹാൾമാർക്ക് എന്ന് പേഷ്യൻസ് ആണ്. ഇരുന്നിരുന്ന് ചെയ്ത് ലാസ്റ്റ് അതിലോട്ട് ചിസൽഡ് ചെയ്തെടുക്കും. ഓക്കെ, പക്ഷെ നമുക്കെന്ന് വെച്ചാൽ ഒരു എന്താ നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട്, ഇപ്പോൾ മാത്സ്, റീസണിങ് വരുന്ന എക്സാംസ് അധികം എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട്, പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു 8th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും കോമ്പറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള.
ഓക്കെ, നമുക്കിവിടെ അങ്ങനെ അധികം ഇപ്പോഴാണ് ഈ ഒരു ട്രെൻഡ് കൂടി വരുന്നത്. മുമ്പൊന്നും അങ്ങനെയൊന്നുമില്ല, എൻ്റെ സമയത്തൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ UPSC ആസ്പിറന്റിന് എഴുതാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് എക്സാം PSC ആണ്. കാരണം UPSC നടത്തുന്ന പോസ്റ്റുകളെല്ലാം ഗ്രൂപ്പ് A ഗ്രൂപ്പ് B ഗസൽഡ് പോസ്റ്റാണ്. നമ്മുടെ കേരള PSC നടത്തുന്ന പോസ്റ്റുകൾ, ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകളും തന്നെ ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് ആൻഡ് ഗസറ്റഡ് പോസ്റ്റുകൾ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ KAS അത് ഗ്രൂപ്പ് B ഗസൽഡ് പോസ്റ്റ് ആണ്. LSTD സെക്രട്ടറി ഗ്രൂപ്പ് B ഗസൽഡ് പോസ്റ്റ് ആണ്. ദെൻ ഇപ്പോൾ വിളിച്ച അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് അത് ഗ്രൂപ്പ് B ഗസൽഡ് പോസ്റ്റ് ആണ്. സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ ഇതെല്ലാം ഗ്രൂപ്പ് B നോൺ ഗസൽഡ് പോസ്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നല്ലൊരു പേ സ്കെയിലിൽ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ PSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് റീസണബിൾ എഫേർട്ട്. ഓക്കെ, മെയിൻസ് എക്സാം ഞാനിപ്പോൾ UPPCS ഉത്തർപ്രദേശ് പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ് എക്സാം എഴുതിയിട്ടുണ്ട് ഹിന്ദി ഓപ്ഷനിൽ വെച്ച്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ മെയിൻസ് എക്സാം നമ്മുടെ LSTD സെക്രട്ടറി പോസ്റ്റ് അവിടെ BDO എന്ന് അറിയപ്പെടുന്നത്. അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് മെയിൻസ് വരുമ്പോഴത്തേക്കും. ഓക്കെ, ഇതേപോലെ UPSC പോലെ തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്, 4 പേപ്പറുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടഫാണ് അത് ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ. പക്ഷേ നമുക്കിവിടെ എന്താണ് MCQ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MCQ നോളജ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ പഠിക്കണം, ഡെഫിനറ്റ്ലി പഠിക്കണം. ഓക്കെ, സോ അത് ഏത് എക്സാമിനായാലും ശരി ഓൾമോസ്റ്റ് എല്ലാ എക്സാമിൻ്റെയും മെയിൻസ് ഇപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് അല്ല. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പോയിട്ട് എനിക്ക് കൊണ്ട് ബാക്കി പിന്നെ KS പോയിട്ട് ബാക്കി എല്ലാ എക്സാംസിനും ഒബ്ജക്റ്റീവ് എക്സാം ആണ്. ഓക്കെ, GS നമ്മൾ എന്തായാലും ജനറൽ സ്റ്റഡീസ് ഇപ്പോൾ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എല്ലാം നമ്മൾ UPSC പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ നോളജ് നമുക്കിവിടെ അപ്ലൈ ചെയ്താൽ മതിയാവും. ഓപ്പൺലി പറഞ്ഞാൽ നിങ്ങൾക്കൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം ഒരു UPSC ആസ്പിറന്റിന് PSCയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, യു വിൽ ഗെറ്റ് സം അമേസിംഗ് റിസൾട്ട്. ഡെഫിനറ്റ്ലി, ട്രസ്റ്റ് മീ ഓർ നോട്ട്, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം UPSC ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക്, ഇപ്പം നോർമൽ PSC ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു 6 മാസം ഇൻവെസ്റ്റ് ചെയ്യാനെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണമെന്ന് മാത്രം. സോ ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ലേറ്റ് 20s കടക്കുമ്പോൾ ഭയങ്കര പ്രഷർ വരാറുണ്ട്, വീട്ടിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും. എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ എത്തും. ബട്ട് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് എവിടെ നിന്നോ അവിടെ ആയിരിക്കും പലപ്പോഴും പലവരും. സോ ഇപ്പോൾ ഏർലി 30s വിഷ്ണുവിൻ്റെ 33. സോ ആ ഒരു പ്രഷർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആൻഡ് ഫൈനലി യു അച്ചീവ്ഡ് സക്സസ്. ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. സോ യു ക്യാൻ കോൺഫിഡൻ്റ്ലി ടെൽ പീപ്പിൾ ദറ്റ് ദിസ് ഇസ് വാട്ട് ഐ ഫോളോഡ്. ഞാൻ ആ പ്രഷർ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് ഉദ്യോഗാർത്ഥികളോട് പറയാൻ കഴിയും. ദാറ്റ് വിൽ ഹെൽപ് ദം. എങ്ങനെയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു പിന്നെ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്തത്. പക്ഷേ എന്നിട്ട് UPSCയുടെ പ്രിപ്പറേഷനൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ദെൻ അതിനുശേഷം കുറേ വർഷം വർക്ക് ചെയ്തു, ഒരുപാട് വർഷം ഡൽഹിയിൽ വർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ PSC പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. എൻ്റെ 30s ശേഷമാണ് ഞാൻ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാ ബേസ് എന്ന് വെച്ചാൽ ട്രസ്റ്റ് ദ പ്രോസസ്, അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ട്രസ്റ്റ് ദ ടൈം ആൻഡ് പ്രോസസ്. നമുക്കിപ്പോഴ് പിന്നെ ഡെഫിനറ്റ്ലി സ്റ്റെഫി പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫാമിലി അതുപോലെ ഫ്രണ്ട്സ് അവരുടെ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നില്ല. പക്ഷേ ട്രസ്റ്റ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴ് ഒരു പ്രൈവറ്റ് ജോലി ചെയ്തിട്ടാണെങ്കിലും ഈവൻ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണെങ്കിലും പഠിച്ചെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ അത് മാത്രം മതിയാകും. പിന്നെ ഇതിന് ആക്ച്വലി PSC പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കോമ്പറ്റീവ് എക്സാം പ്രിപ്പറേഷന് ഏജ് ഒരു മാറ്റർ അല്ല. ഏജ് ആ റിക്രൂട്ടിംഗ് ഏജൻസിക്ക് മാത്രമേ ഒരു മാറ്റർ ആയിട്ടുള്ളൂ. പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിക്ക് ഏജ് ഒരു മാറ്റർ അല്ല. നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടോ, ആ ഒരു ഫ്ലെയർ ഉണ്ടോ, നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ഉറപ്പുണ്ടോ. എത്ര ഏജ് ആയാലും ശരി, ഈവൻ നിങ്ങൾ 36ാമത്തെ വയസ്സിൽ ഏജ് ഇപ്പം 40 വയസ്സാകും, 40ാമത്തെ വയസ്സിൽ ഏജ് ഓവർ ആകാൻ പോകുമ്പോഴായാലും ശരി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ. എസ്പെഷ്യലി അറ്റ്ലീസ്റ്റ് എക്സാമിന് മുമ്പത്തെ 2 മാസമെങ്കിലും ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക. അത് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിന് തരും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ്. കാരണം ഞാൻ ഇപ്പോഴും പറഞ്ഞ LSTD സെക്രട്ടറി എക്സാമിന് ശേഷം ഒരു എക്സാം ഞാൻ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. അതിൽ 2 ഓപ്ഷൻ സബ്ജക്റ്റ് ഉണ്ട്. 2 ഓപ്ഷൻ നമ്മൾ PG ലെവലിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് എക്സാമിന് 1 മാസം മുമ്പാണ് ഞാൻ എൻ്റെ ബുക്ക് കൈകൊണ്ടെടുക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ആലോചിച്ചു 1 മാസത്തേക്ക് എങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുന്നേ കിട്ടിട്ട്. ഗീവ് യുവർ ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദ റെസ്റ്റ്. ആ സ്ട്രാറ്റജി തന്നെയായിരുന്നു. പക്ഷെ അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നോക്കിയപ്പോൾ എനിക്കത് വളരെ കോൺഫിഡൻ്റ് എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ അവിടെ ഏജ് അങ്ങനെയുള്ള ഒരു എനർജി അതൊന്നും ഒരു മാറ്റർ അല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രഷർ വരും, ഡെഫിനറ്റ്ലി പ്രഷർ വരും. ഓക്കെ, പക്ഷെ നിങ്ങളെ ചെയ്യുന്ന ഡ്യൂട്ടി, ആ ഒരു ചെയ്യുന്നൊരു കാര്യം, ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. PSC ഒരു തവണ എഴുതി കിട്ടിയില്ല, അല്ലെങ്കിൽ UPSC ഒരു തവണ കിട്ടിയില്ല, നിർത്താം.
അങ്ങനെ ഒരിക്കലും ചിന്തിക്കല്ലേ. 6 അറ്റംപ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ 9 അറ്റംപ്റ്റ് ഉണ്ടോ ഫുള്ള് കൊടുക്കുക. ഓക്കെ, എങ്ങനെയാലും കൊടുക്കുക. കാരണം നിങ്ങളുടെ ലൈഫാണിത്, ആ ഒരു ഇൻഡിവിജ്വൽ ലൈഫാണിത്. ഓക്കെ, അത് നമുക്ക് വേറുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അത്. ഓക്കെ, അല്ലെങ്കിൽ വേറുള്ളവരല്ല അത് തീരുമാനിക്കുന്നത്, എഴുതണോ എഴുതേണ്ടോ അതൊന്നും തീരുമാനിക്കുന്നത്. സർക്കാർ ജോലി വാങ്ങിക്കണം നമ്മൾ ഉറപ്പിച്ച് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടോ നമ്മൾ ആ പ്രോസസ്സ് ഫിനിഷ് ചെയ്തിട്ട് പോവുക. മിക്കവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നാൾ പ്രിപ്പയർ ചെയ്യും, അതിനുശേഷം പ്രൈവറ്റ് ജോലി പോകും, അല്ലെങ്കിൽ കാനഡയിലോ UK യിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അവരൊന്ന് അവർ അടുത്തെത്തിക്കഴിഞ്ഞു, ഇനി ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. അവരെ വിചാരം ഇനിയും മൈൽസ് ഉണ്ടെന്നാണ് വിചാരം. മനസ്സിലായില്ലേ? അവർ ഇത്രയും പഠിച്ച് ഇത്രയും അക്യുമുലേറ്റഡ് ആയി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു 0 ലെവലിലല്ല നിൽക്കുന്നത്, മറിച്ച് നമ്മളിപ്പോൾ ഒരു ഒരു സർട്ടൺ ലെവലിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ നോളജിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനം പാരൻസിനൊരു ഡെഫിനറ്റ്ലി ആ ഒരു പ്രഷർ ഉണ്ടാകും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രഷർ ഉണ്ടാകും. ഒരു ഉറപ്പ് കൊടുക്കുക, ഈ വർഷം നേടിയെടുക്കും. ഓക്കെ, ഈ വർഷം നേടിയെടുക്കും, അല്ലെങ്കിൽ എനിക്ക് ചാൻസ് തരണം. അതുകൊണ്ട് അവരുടെ മുമ്പേ നമ്മളത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. നമ്മുടെ ഒരു ഈഗോയ്ക്കും ഹർട്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. ഓക്കെ, അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നമ്മളൊരു ഈഗോയെ ഹർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സ്ട്രീം ലൈൻഡ് ആയിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. മെയിൻലി ഇതിന് ഏറ്റവും അധികം വേണ്ട മനസ്സമാധാനമാണ്. അതാണ് ഒരു എക്സാം പ്രിപ്പറേഷൻ ഏറ്റവും അധികം വേണ്ടത്. അതില്ലേ നമ്മളിനി എത്രയൊക്കെ പഠിച്ചിട്ടും നമുക്ക് പ്രയോജനമില്ല. എത്ര പഠിച്ചിട്ടും നമുക്ക് ആ ദിവസം ഓക്കെ അല്ല എങ്കിൽ ആ പരീക്ഷ പോയാൽ പിന്നെ നമ്മൾ ഈ പഠിച്ച എല്ലാവരും വേസ്റ്റാണ്. അതുകൊണ്ട് മെൻ്റൽ പീസാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെൻ്റൽ പീസാണ്. അത് കളയാതിരിക്കാൻ നോക്കുക. അതിനുവേണ്ടി എത്രമാത്രം ഡിപ്ലോമാറ്റിക് ആകുമ്പോൾ വാട്ട് എവർ മേ ബി, ഓക്കെ, നിങ്ങൾക്ക് കയ്യിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മെസ്സേജ് ആണ് തന്നത്, ട്രസ്റ്റ് യുവർ സെൽഫ് എന്നുള്ളത്. ഡെഡിക്കേഷനെ ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ, നമ്മുടെ ജേണി മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ളവരുടെയും കൂടെയാണ്. സോ ആർക്കെങ്കിലും ഒക്കെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ഈ ഒരു സക്സസ് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അത് ആർക്കൊക്കെ ആയിരിക്കും? ഡെഫിനറ്റ്ലി എന്നെ ഈ ഒരു പാത്തിൽ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. അതിലെനിക്ക് മെൻഷൻ ചെയ്യേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ഒന്നാമത്തെ എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസ്, എൻ്റെ ബ്രദർ. ദെൻ പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സൂര്യപുത്രൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ആളെന്നെ ഒരുപാട് മോണിറ്ററിനോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ ലീവ് എടുത്തൊക്കെ നിന്നപ്പോൾ. അതിനുശേഷം പിന്നെ എൻ്റെ ഫ്രണ്ട് വിഘ്നേഷ്, അദ്ദേഹം പാലക്കാടുകാരനാണ്. ദെൻ മലപ്പുറത്തുള്ള എൻ്റെ ഫ്രണ്ട് നിമിത്ത്. ദെൻ അതുപോലെ ട്രിവാൻഡ്രത്ത് കൊച്ചുവേളിയിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ജയകൃഷ്ണൻ. സോ അവരെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെനിക്ക് മോണിറ്ററിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെന്നെ ട്രസ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ജേർണി അവർ ട്രസ്റ്റ് ചെയ്തു. സോ ഈ വിജയം അവർക്കും കൂടെ ഉള്ള എൻ്റെ ഒരു ഹംബിൾ ട്രിബ്യൂട്ടാണിത്. അവർക്ക് കൊടുക്കാവുന്ന ഒരു റെക്കഗ്നേഷനാണ് എനിക്ക് ഈ വിജയം എന്ന് പറയുന്നത്. സോ അറ്റ് ലാസ്റ്റ് ആസ്പിറൻസിന് ഒരു മെസ്സേജ് എന്ന രീതിയിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴ് എഡ്യൂക്കേഷണൽ സക്സസ്, ഓക്കെ, നിങ്ങളിപ്പോൾ 10th റാങ്ക് ഹോൾഡർ ആണോ, 10A+ ആണോ, +2 ഡിഗ്രിക്കാണോ, അതൊന്നും ഒരു മാറ്റർ അല്ല. കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ വരുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ഡെഡിക്കേഷൻ മാത്രം മതി. നിങ്ങളുടെ ഡെഡിക്കേഷനും സ്മാർട്ട് വർക്ക്, ഞാൻ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വർക്ക് എന്ന് പറയും. അത് PYQ ഓറിയൻറ്റഡ് ആയിട്ടും സിലബസ് വെച്ചുള്ളൊരു സ്മാർട്ട് വർക്ക്. ദെൻ നിങ്ങളുടെ ടൈം ഡെഡിക്കേഷൻ. ഏറ്റവും പ്രധാനം നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഓൾമോസ്റ്റ് എല്ലാ ആസ്പിറൻസും ചെയ്യുന്ന കാര്യം ഇതാണ്. അവരെ വിശ്വസിക്കില്ല. അവരുടെ പ്രിപ്പറേഷൻ എത്രയാണെന്ന് അവർ വിശ്വസിക്കില്ല. അവർ പകുതി വഴിക്കിട്ടിട്ട് പോകും. ഓക്കെ, സോ ഇവിടെ പേഷ്യൻ്റായിട്ടിരിക്കുക. ഉറപ്പായിട്ടും ഓക്കെ, ഒരു ദിവസം നിങ്ങളുടെ റിസൾട്ട് വരും. അത് കുറച്ച് ടൈം എടുക്കും, പക്ഷേ യു വിൽ വിൻ ഡെഫിനറ്റ്ലി. ഓക്കെ, നോട്ട് ഇമ്മീഡിയറ്റ്ലി ബട്ട് ഡെഫിനറ്റ്ലി. താങ്ക് യു വിഷ്ണു. അതൊരു വളരെ സ്ട്രോങ് മെസ്സേജ് ആണ്. സക്സസ് വിൽ ഫൈൻഡ് യു നോട്ട് ഇമ്മീഡിയറ്റ്ലി ബട്ട് ഡെഫിനറ്റ്ലി എന്നുള്ളത്. അപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു ജേർണിയാണ് വിഷ്ണുവിൻ്റെ. ഏർലി 30s എക്സാം ക്രാക്ക് ചെയ്യുന്നതും സക്സസ് കൈവരിക്കുന്നതും. ഇതുപോലെ നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് ഒരു ലിസ്റ്റിൽ പേര് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് സാലറി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കയ്യിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ആസ്പിരൻറ്റ് എന്നൊരു ജേർണിയിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി തന്നെയാണ് വിഷ്ണുവിൻ്റേത്. വിഷ്ണു പറഞ്ഞ സ്റ്റോറീസ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം യൂസ് ചെയ്ത കീവേഡ്സ് റിവിഷൻ, സ്ട്രാറ്റജി, സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഇതായിരിക്കണം ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ നിന്നുള്ള നിങ്ങളുടെ ടേക്ക് അവേ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു UPSC വെറ്ററൻ ആണ്. ആ തോൽവികളിലൂടെയും സഞ്ചരിച്ച് അവസാനം സക്സസിലേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം കൈവരിച്ചിരിക്കുന്ന ഒരു മെന്റൽ പീസിനെ കുറിച്ചും ആ പീസ്ഫുൾ ജേർണിയെ കുറിച്ചുമാണ്, ആ അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ഇന്നിരുന്ന് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത്.
സോ ഈ ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരെയും ഇൻസ്പയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വിഷ്ണുവിന് വലിയ താങ്ക്സ്, ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ പ്രസൻസ് ഹിയർ. സോ താങ്ക് യു എവറി വൺ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.